ചേമ്പ് എങ്ങനെയുണ്ട്? ചേമ്പ് കൊള്ളാവോ? ചമ്മന്തിക്ക് എരിവുണ്ടോ? എരിവ് കൂടുതലുണ്ടോ? ഇല്ല. ഒരു പ്ലേറ്റ് എത്രയാ വില? 40. അത് കൊള്ളാലോ. 40 രൂപയ്ക്കുള്ള ഉണ്ട് അല്ലേ? ഹലോ ഫ്രണ്ട്സ്, സിസിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നാടൻ വിഭവങ്ങളുടെ ലൈവ് കൗണ്ടറുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച തട്ടുകടകളിൽ ടയറുകൾ അടുക്കി വെച്ച് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വാഷ് ബേസിനുകളുമായി സോളാർ ലൈറ്റുകളുടെ വെളിച്ചത്തിൽ സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന പമ്പുകളിൽ നിന്നും എത്തിക്കുന്ന ശുദ്ധജലവുമായി കരിമ്പിൻ ചണ്ടി അരച്ച് പൾപ്പാക്കി നിർമ്മിക്കുന്ന പാത്രങ്ങളിൽ വിളമ്പി വെള്ള ഓവർകോട്ട് ധരിച്ച ഏപ്രൺ കെട്ടി മാസ്കും വെച്ച് 4 മണിക്കാട്ടിലെ സഹോദരിമാർ നമ്മളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഉപയോഗശൂന്യമായ ടയറിൽ നിർമ്മിച്ച വാഷ് ബേസിൻ നമുക്ക് പരിചയപ്പെടാം. മക്കളെ, എന്താ പഴംപൊരി കഴിച്ചോ? എന്താ വാങ്ങിച്ചെന്ന് പപ്പാ? ഇതോ ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അടുത്താണോ വീട്? എന്തൊക്കെയാ ഇവിടുത്തെ ഐറ്റംസ്? പുഴുക്ക്. പുഴുക്കെന്ന് പറഞ്ഞാൽ എന്താ? തിരുവാതിര പുഴുക്ക്. ചേമ്പൊക്കെ ഉണ്ടല്ലേ? കൂർക്കയോ? ഓ, അത് ശരി. ഇപ്പൊ ഉണ്ടോ? അത് തീർന്നു. എത്രയാ ഒരു പുഴുക്കിന്? 40 രൂപ. അത് ശരി. ഇവിടെ ചായ ഉണ്ടോ? ബ്രൂ കോഫി. ഓക്കെ. നിങ്ങൾ എത്ര പേര് ഇവിടെ ഒരു ബൂത്തില്? അതെ, കൂട്ടത്തിൽ ആരാ ഉള്ളത്? പേരെങ്ങനെയാ? എന്തോ? മേരി. ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ. രണ്ടുപേരാണോ? ഞങ്ങൾ രണ്ടുപേരും. പേരൊന്നും പറയാവോ? എന്റെ പേര് സജിത, ശൈലജ. നിങ്ങൾ രണ്ടുപേരും അടുത്ത് തന്നെയാണോ? അതെ. പുതിയ ബൂത്തും സ്റ്റാളൊക്കെ ആൾക്കാരുണ്ടോ? ഇവിടെ എന്തൊക്കെയാ വിഭവങ്ങൾ? ഞങ്ങൾക്ക് കുമ്പളപ്പം ഉണ്ട്, പരിപ്പോടയുണ്ട്, കിഴങ്ങ് ബജി ഉണ്ടോ ഇപ്പൊ? കുമ്പളപ്പം, അടയോ? അതാണ് കുമ്പളം. ചക്കയല്ല, പാളയംകുടം പഴം. ചങ്ങനാശ്ശേരി. അത് ശരി. അവിടെ നിന്ന് വരുവാ? ബൈക്കിലൊന്നും? മുട്ടബജിയാണ് എല്ലാരും കഴിച്ചത്? മുട്ടബജി, കൊഴുക്കട്ട, ചായ, കാപ്പി, തണ്ണിമത്തൻ, അതുണ്ട്. വേണ്ട, ജ്യൂസ് ഉണ്ട്. ജ്യൂസ് ഉണ്ട്. നെല്ലിക്ക, മാങ്ങ. നിങ്ങൾ എത്ര പേരാ? രണ്ടുപേര്. ഞങ്ങൾ രണ്ടുപേര്. പേരൊന്നും പറയാവോ? വസന്തിയും സുധാമണി. സുധാമണി അമ്മേ. ഓക്കെ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. ഓക്കെ. നടക്കട്ടെ, ബിസിനസ് നടക്കട്ടെ. കൊള്ളാം. നല്ല വൃത്തിയായിരിക്കും അല്ലേ? നല്ല സ്റ്റാളാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് അല്ലേ? കൊടുത്തു. ഇതിന്റെ ഓർഗനൈസർ ആരാ? പുന്നൻ കുര്യൻ സാറ്. പുന്നൻ കുര്യൻ. ഓക്കെ. എവിടെയാ പഠിപ്പിച്ചിരുന്നത്? മണ്ണർകാട് ഇതിന്റെ നേതൃത്വം പുള്ളിയാണല്ലേ? കുടുംബശ്രീ അല്ല? കുടുംബശ്രീ ആയിരുന്നു ആദ്യം തുടങ്ങിയപ്പോ. മഞ്ഞ വാഗമരങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്ന പാതയോരം. ആദ്യം കറി പ്ലേറ്റ് എത്രയാ? 50 രൂപ. പിന്നെ ഉഴുന്നുവടയും. 2 ഐറ്റം ഉള്ളത്. ആന്റി തന്നെയാണോ? അതാരാ? ഓ, ശരി. പൊടിച്ചാണ് കറിയാക്കുന്നത്? ഓക്കെ. ഉണക്കമീൻ ചമ്മന്തി ആക്കി എടുക്കും പൊടിച്ചിട്ട്.
ഓ ശരി. അതിന്റെ പേരെങ്ങനെയാന്ന് പറഞ്ഞു? മെറീന. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഓക്കെ ഓക്കെ. ഉണക്കക്കപ്പ ഒഴുക്കാം അല്ലേ? പച്ചക്കപ്പയല്ല, പച്ചക്കപ്പ കിട്ടാനുണ്ടല്ലോ. പച്ചക്കപ്പ അപ്പുറത്തുണ്ട്. ഉണ്ടോ? പുതുതായിട്ട് സ്റ്റാൾ വന്നിട്ട് വന്നാണല്ലേ? കുറെ പുതിയ ഐറ്റം ഉണ്ടല്ലോ. ചേമ്പ്, കപ്പ, ഉണക്കക്കപ്പ. ആയിക്കോട്ടെ. ഇതോ പുലൻ സാറിന്റെ ഫ്രണ്ടാ. പുലൻ സാറാ ഇപ്പൊ ഉറങ്ങി ചെയ്തല്ലേ? നന്നായിരിക്കുന്നു, നന്നായിരിക്കും. നല്ല വൃത്തിയായി. 4 മണിക്കാറ്റിന്റെ സംഘാടകർ മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റെസിഡൻസ് അസോസിയേഷനാണ്. തൊഴിൽ സംരംഭങ്ങൾക്ക് സഹായ പദ്ധതിയുമായി കോട്ടയം ജില്ലാ പഞ്ചായത്തുമുണ്ട്. ഇതിന്റെ ടെക്നിക്കൽ പാർട്ട്ണറാണ് ഡോക്ടർ പുന്നൻ കുര്യൻ വേങ്കടത്തിന്റെ നേതൃത്വത്തിലുള്ള ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസ്. ബാങ്കിംഗ് പാർട്ട്ണറായുള്ളത് കേരള ഗ്രാമീൺ ബാങ്ക് മണർകാട് ശാഖയും. ഉള്ളിവടയും ഇലയടയാണ് മെയിൻ അല്ലേ കഴിക്കാനുള്ളത് അല്ലേ? ഇവിടെ തന്നെ ഉണ്ടാക്കുവാണോ അതോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ടി വരുമോ? ഇല്ല, ഇവിടെ തന്നെയാ അല്ലേ? നമ്മൾ വന്ന് തീർന്നാലും ഉണ്ടാക്കി തരും. റെഡി ആയിട്ട് ചൂടോടെ കിട്ടും. എന്റെ പേര് സിന്ധു. സിന്ധു മിനി. ഇവിടെ അടുത്ത് തന്നെയാണോ? മണർകാടുകാര് തന്നെയാ? തിരുവഞ്ചൂര്. ഓക്കെ ഓക്കെ. നമ്മൾ നേരത്തെ കണ്ടുള്ളതുകൊണ്ട് കണ്ടുപരിചയമായി. ആയിക്കോട്ടെ. കുഞ്ഞുവാവയ്ക്ക് എന്നാ വാങ്ങിച്ചേ? ഇവിടെ ഞായറാഴ്ചയാണ് തിരക്ക് അതോ ഇടവിട്ടങ്ങളും ഉണ്ടോ തിരക്ക്? നല്ല തിരക്കാ. അത് ശരി. അവധി ദിവസങ്ങളിൽ കൂടുതലാണുണ്ടല്ലേ? ഓക്കെ ഓക്കെ. പേരെങ്ങനെയാ? ഗീത. വെട്ടമുണ്ടല്ലേ? എവിടുന്ന ലൈൻ വരുന്നത്? സോളാറാണല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സോളാർ ഉണ്ടോ? എല്ലാ സ്റ്റാളും ആയിക്കോട്ടെ, സന്തോഷം. ഓക്കെ. ഇപ്പൊ എല്ലാം നീറ്റായിട്ടിരിക്കുന്നു അല്ലേ? നിങ്ങൾ എത്ര ഇവിടെ ചാർജ് ചെയ്യുന്നത്? 5 രൂപയാണോ? ലേഡീസും ജെന്റ്സിനും ഉണ്ട്. ഓക്കെ ഓക്കെ. വെള്ളം ഇവിടെ കിട്ടുമോ ഇഷ്ടം പോലെ? ഓ ശരി. ഓക്കെ. അപ്പൊ വൃത്തിയായിട്ട് ഇടന്നോളൂ, പേടിക്കണ്ട. എല്ലാ ദിവസവും നിങ്ങൾ ഉണ്ടല്ലേ? വെരി ഗുഡ്. ഓക്കെ, ആയിക്കോട്ടെ. താങ്ക് യു. കരയാൻ പാടില്ല. അയ്യോ, ചായ കുടിച്ചോ? കാപ്പി കുടിച്ചോ? നല്ല കാപ്പിയാണല്ലോ. 4 മണിക്കാട്ടിലെ കാപ്പിയാണല്ലോ. പപ്പ എന്തേ? പപ്പയെ കാണാനാണോ കരയുന്നേ? ഇതേ പപ്പ ഇതേ. ഇത് ആരിത്? ഗ്രാൻഡ്മയാണോ? ഇത് ഗ്രാൻഡ്മയാണോ? എവിടെയാ മക്കള്? എവിടുന്നാ വരുന്നത്? വീട് എവിടെയാ? എവിടെയാ സ്ഥലം? കേക്കട്ടെ. കരച്ചില് പോയല്ലോ. എന്നാ വേണ്ടത്? കുഞ്ഞാലക്കാരനോ? കുഞ്ഞാലക്കാരനോ? കരയുണ്ട് കേട്ടോ. ഇതാരാ? ഗ്രാൻഡ്മയാണോ? വെരി ഗുഡ്. എവിടെ സ്ഥലം? എവിടെയാ? എവിടെ? ആരാ? സ്നാക്സ് അവിടെ ഉണ്ടല്ലേ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? അടുത്ത. എല്ലാ ദിവസവും വരുമോ അതോ വല്ലപ്പോഴും? എന്നായിരുന്നു വിശേഷം? പിള്ളേരുടെ ക്ലാസ് ഒന്നും ഇല്ല. ഇത് റിനോവേറ്റ് ചെയ്തുകൊണ്ട് അറിഞ്ഞു വന്നാണോ? വെരി ഗുഡ്. നല്ല വൃത്തിയല്ലേ? നല്ലൊരു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട്. പിള്ളേർക്ക് സന്തോഷമാണ്. നാലുമണിക്കാറ്റിന്റെ പരിസരത്ത് പാടത്തും വരമ്പത്തും ഇറങ്ങിച്ചെന്ന് സെൽഫി പകർത്തുന്ന കുട്ടികളും.
കൊച്ചു കുട്ടികൾക്ക് ഉല്ലസിക്കുവാൻ ഊഞ്ഞാലുകളും മറ്റു റൈഡുകളും. പാട്ട് പാടാമോ? പാട്ട് പാടാമോ? ആട്ടിക്കൂടെ? കോട്ടയത്തെ 38 ഡിഗ്രി ചൂടിൽ നല്ല കാറ്റും തണലും ഏറ്റിരിക്കാനും മനസ്സിനും ശരീരത്തിനും തണുവേകുവാനും ഇതുപോലൊരിടം വേറെയില്ല. ഓ ശരി. ഓക്കെ ഓക്കെ. നിങ്ങളുടെ പേര് പറ. ഇവിടെ അടുത്താണോ നിങ്ങളെ? ഓ ശരി. ഈ മണയോട് തന്നെ. അത് ശരി. തിരുവഞ്ചൂര്. തിരുവഞ്ചൂര്. ഇവിടെ തന്നെ എല്ലാം കുക്ക് ചെയ്യാം അല്ലേ? വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വരുന്നില്ല? ഇവിടുത്തെ പ്ലേറ്റ് ഒക്കെയോ? അത് ശരി. അത് ശരി. ഒരു റെസ്റ്റോറന്റ് ആണോ? അത് ശരി. എന്തൊക്കെയുണ്ട്? സ്നാക്സ് വാങ്ങിച്ചോ? പഴംപൊരി വാങ്ങിച്ചോ? നിങ്ങൾ എവിടുന്നാ വരുന്നേ? റാന്നിയോ? ഓ അത് ശരി. നല്ല യാത്ര ഉണ്ടായിരുന്നല്ലോ. ഇതില് പോയ വഴിക്കാണോ അതോ? ആണോ? നേരത്തെ വന്നിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. സ്നാക്സ് ഇഷ്ടപ്പെട്ടോ? വൃത്തിയുണ്ടോ ഇവിടെ? വൃത്തിയുണ്ട്. വെരി ഗുഡ്. ഓക്കെ. നമ്മളെ ഒരു ഹോട്ടലിൽ പോയിരിക്കുന്നേക്കാളും സുഖം അല്ലേ? നാടൻ ഫുഡ് വാങ്ങിച്ചോ? ചേമ്പ് കപ്പപ്പുഴുക്കുണ്ട്, അത് വാങ്ങിച്ചു. പാലായിന്ന ഇതിലെ പോണ വഴിയാണോ അതോ ഇവിടെ ജോലി ചെയ്യണോ? അത് ശരി. ചർച്ചിലേക്ക്. അത് എവിടെയാ? ഓ ശരി. ഒരു സെക്കൻഡ്. പേരൊന്ന് പറയാമോ? ഇവിടെ അടുത്ത് തന്നെയാണോ? ഓക്കെ. ആന്റിയുടെ ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? അത് തന്നെ. നല്ല ബൂത്താ അല്ലേ? നല്ല സ്റ്റാളാ അല്ലേ? നല്ല വൃത്തിയായിട്ടുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. കപ്പ് നല്ല നല്ല കപ്പുണ്ടല്ലോ. ഇവിടെ തന്നെ കഴുകി എടുക്കുവോ? വെള്ളം ഇവിടെ ഉണ്ടല്ലേ? ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കറണ്ടും ഉണ്ട് അല്ലേ? സോളാർ ലൈറ്റ് ഉണ്ട്. ഓക്കെ. ചായ കൊടുക്ക. ചായ. വെള്ളക്കാച്ചില്. ആന്റിയൊക്കെ കാണത്തില്ല. ഒരു സെക്കൻഡ് ഒന്ന് മാസ്ക് എടുക്കാവോ? പേരെങ്ങനെയാ ആന്റിയുടെ? വനജ രമേശൻ. ആന്റിയുടെയോ? ജയമോളെ. രണ്ടുപേരും അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാ. കണ്ടാ പുള്ളി പൈസ ആയിരുന്നു. ഓട്ടടയോ? ഓ ശരി. ഇവിടെ ഉണ്ടാക്കണോ? ഓക്കെ. വൈകുന്നേരം ഇതിലെ പോയ വഴിക്കാണോ അതോ ഇങ്ങോട്ട് പോ? അത് ശരി. ഓക്കെ ഓക്കെ. നിങ്ങൾ 3 പേര്. യെസ് ആന്റി, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ ബൂത്ത് വന്നപ്പോ എങ്ങനെയുണ്ട്? തകർത്തു ആരും ആളുണ്ടല്ലേ? കച്ചവടം നഷ്ടമൊന്നുമില്ല. എല്ലാം ഇവിടെ ഉണ്ടാക്കുമല്ലേ? ഇവിടെ എന്താ ഐറ്റം ഉള്ളത്? ഇവിടെ കപ്പയും മീൻകറിയും ഉണ്ട്. പിന്നെ സുഖിയനുണ്ട്. പിന്നെ കാബജിയുണ്ട്. പിന്നെ ബ്രൂ കോഫി, ചായ. ഓക്കെ. ഈ കപ്പയും മീൻകറിയും മീൻ പച്ചമീനാണോ ഉണക്കമീനാണോ? പച്ചമീൻ. ശരി. അത് ചാളയാണോ അതോ? അല്ല. കേര, മോത, ചൂര ഇങ്ങനെയുള്ള കഷ്ണമീനാണ്. കഷ്ണമീനാണ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. ഈ കപ്പയും മീനും ഒരു പ്ലേറ്റ് എത്ര ചാർജ് ചെയ്യുന്നത്? 50 രൂപ. ഓക്കെ ഓക്കെ ഓക്കെ. ആന്റിയുടെ പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ഗീത ജോൺസൺ. ജോൺസൺ. അത് ആണോ? വെരി ഗുഡ്. ഓക്കെ. കച്ചവടം ഉണ്ടോ? ഉണ്ട്. ആൾക്കാരുണ്ടോ? സഹകരിക്കുന്നുണ്ടോ ആൾക്കാര്? ഉണ്ട് ഉണ്ട്. ഓക്കെ. ആയിക്കോട്ടെ. അപ്പൊ നന്നായി വരട്ടെ. ആയിക്കോട്ടെ. കപ്പ പുഴുങ്ങിയത് കറി എന്നതാ? ചമ്മന്തി, മുളക് ചമ്മന്തി. എത്ര കപ്പ പുഴുങ്ങിയ പ്ലേറ്റ്? 30 രൂപ. മുട്ട പുഴുങ്ങിയതോ? ബജ്ജി. ആയിക്കോട്ടെ. എന്നാ ശരി. എന്നാ ആയിക്കോട്ടെ.
ചെണ്ടങ്കപ്പയാണോ? അത് ശരി. മുളക് ചമ്മന്തി അല്ലേ? മുട്ട ബജി വാങ്ങിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ദുബായിൽ നിന്ന് വന്നാ കപ്പ ഒഴുകി തിന്നാൻ. അവിടെ ഉണക്കപ്പ കഴിച്ചും മീൻകറിയുണ്ട്. കണ്ടായിരുന്നോ? ചേമ്പ്. അടിപൊളി. അവിടെ എന്തായാലും കിട്ടാൻ സാധ്യതയില്ല ദുബായില്. ഇല്ല. ഓക്കെ ഓക്കെ. വളരെ എന്നതാ നമ്മുടെ നാട്ടിൻ പുറത്തെ വിഭവങ്ങളാ. ഓക്കെ ഓക്കെ, താങ്ക് യു. പട്ടയപ്പം. സേമിയ പായസം ഉണ്ട്. ഓ അത് ശരി. ഓക്കെ. അപ്പോ അല്ലാതെ സ്നാക്സ് എന്തൊക്കെയാ ഉള്ളത്? വട്ടയപ്പം ഉണ്ടല്ലേ? വട്ടയപ്പം എന്ന് പറയുന്നത് ഒരു അരി. ഇവിടെ തന്നെ ഉണ്ടാക്കണോ അതോ കൊണ്ട്? അത് ശരി. അത് ശരി. വറക്കാനുള്ള എന്നാ പഴംപൊരി. അപ്പൊ ഈ ബാക്കി എണ്ണ ഈ എണ്ണ ഊറ്റി വെക്കും, എടുത്തോളും. അപ്പൊ പിന്നെ വേറെ വീണ്ടും പൊരിക്കല. ഓ അത് ശരി. അപ്പൊ ഒട്ടും പേടിക്കണ്ട. ഓക്കെ ഓക്കെ. അപ്പൊ ഹോട്ടലിൽ പോകുന്നേക്കാളും സേഫാ, നല്ല എയർ കിട്ടും. യെസ് യെസ്. അഴുക്കളൊന്നുമില്ല, ചീത്ത മണമില്ല, പാറ്റ ഇല്ല, എലിയില്ല. വെരി ഗുഡ്, വെരി കാണാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി നിങ്ങളുടെ പേര് കൂടെ ഒന്ന് പറയാമോ? ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. കരിമ്പിന്റെ ചണ്ടി, കാരണം കരിമ്പിന്റെ പിശുല് അതുകൊണ്ട് അരച്ച് ഇതുണ്ടാക്കുന്ന മെഷീനിൽ അരച്ച്. അത് മണ്ണില് ലയിച്ച് ചേരും അല്ലേ? അതെ, അത് മണ്ണിൽ തെർമോക്കോൾ അല്ല. അപ്പൊ എല്ലാം പ്രകൃതി സൗഹൃദമാണ്. വിഷമാണ്. അതുകൊണ്ട് ഇതൊന്നും വിഷമല്ലല്ലോ. പേപ്പറുകൾ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പേപ്പറിന്റെ മഷി വിഷമല്ലേ? പ്രിന്റിംഗ് വിഷമാ. അതെ, അതുകൊണ്ട് ഇത് ഇങ്ങനെ. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പേപ്പർ വാങ്ങിച്ചാല് ഓയിൽ പേപ്പർ, പ്ലെയിൻ പേപ്പർ, പ്രിന്റ് ഇല്ലാത്തത്. ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. പായസം എങ്ങനെയുണ്ട്? സേമിയ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പൊ നമ്മൾ ഇനി വീട്ടിൽ പോയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. വീട് വിട്ടാ മറ്റൊരു വീട്. വൃത്തിയാണല്ലേ? ഓക്കെ. കൈ കഴുകാനൊക്കെ സംവിധാനമുണ്ട്, വാ കുടിക്കുഴിയാനൊക്കെ നല്ല വെള്ളമുണ്ട്. വെരി ഗുഡ്. ഓക്കെ. പേരെങ്ങനെയാ? സുധീഷ്. നല്ല അഭിപ്രായം തന്നെ, നീറ്റ്നെസ് ഉണ്ട്. വെരി ഗുഡ്, താങ്ക് യു. സന്ധ്യ മയങ്ങി തുടങ്ങി. എന്നിട്ടും നമ്മുടെ അമ്മച്ചുപ്ലാവിലെ സ്ലൈഡറിലൂടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? കാറ്റുണ്ടോ? കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കൃത്യമായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. (2014) സസ്റ്റൈനബിൾ ടൂറിസം അവാർഡ് നാലുമണിക്കാടിന് ലഭിച്ചിരുന്നു. പാറ കഷ്ണങ്ങളും കരിങ്കൽ ക്യൂറുകളും ഭംഗിയാക്കി ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഇരിപ്പിടങ്ങളും. മരം കീറിയെടുത്ത് പണിതെടുത്ത ഫീലിൽ കോൺക്രീറ്റ് ചായ ബെഞ്ചുകളും. കുട്ടികൾക്ക് കളിക്കുവാൻ അക്ഷരങ്ങളിൽ തീർത്ത റൈഡുകളും. കാറ്റുകൊണ്ടിരിക്കുവാൻ നെടുങ്കൻ ചുണ്ടൻ വള്ളവും.
ഇതിനെല്ലാം പുറമെ 4 മണിക്കാറ്റിൽ നേരം പുലർന്നാൽ മഞ്ഞ് പുതയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ? പന്ത്രണ്ട് സ്റ്റാളുകൾ 24 വനിതകളുടെ അധ്വാനവും ജീവിത ഉപാധിയുമാണ്. തൊഴിൽ സംരംഭങ്ങൾക്ക് സഹായ പദ്ധതിയുമായി കോട്ടയം ജില്ലാ പഞ്ചായത്തുമുണ്ട്. ബർക്കുമാൻസ് അവാർഡ് നേടിയ ഡോക്ടർ പുന്നൻ കുര്യൻ വേങ്കിടത്തിനും മറ്റ് സഹപ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട്. കേരളം മുഴുവൻ ഇത് മാതൃകയാക്കേണ്ടതാണ്. നന്ദി.